യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നുള്ളതൊക്കെ പലർക്കും വെറും വാക്കുകൾ മാത്രമാണ്. കുടുംബത്തിനകത്ത് പലരും സ്നേഹം കാണിക്കുന്നത് സ്വന്തമാക്കി വെച്ചില്ല. വിട്ടുകൊടുത്തോണ്ടുള്ള സ്നേഹം പൊതുവെ ആളുകൾക്ക് മനസ്സിലാവാറില്ല, തന്നെ പോലെ ചിലർക്കൊഴികെ. അപ്പോ സ്വന്തം തോന്നൽ വരുമ്പോഴാണോ മനുഷ്യർ ക്രൈം ചെയ്യുന്നത്? തനിക്ക് ഉറപ്പായും ഉണ്ടെന്ന് തോന്നുന്നത് വിട്ടുകളയാനുള്ള മടിയാണോ ആളുകളെ ക്രൈമിലേക്ക് നയിക്കുന്നത്? ഒരു പരിധി വരെ അതേന്ന് പറയേണ്ടി വരും. അപ്പോ അമ്മ സാക്ഷിയെ കൊന്നത് എന്നെ വിട്ടുകളയാതിരിക്കാനാണെന്ന് പറയുന്നതാവും ശരി അല്ലേ? തള്ളക്കോഴി പരുന്തിൽ നിന്നും കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെയാ അമ്മ എന്നെ കാത്തേന്ന അമ്മ പറഞ്ഞ്. ആ ഒരു നിമിഷം അമ്മയ്ക്ക് ഞാൻ സ്വന്തം തന്നെയാന്ന് തോന്നിയത്രേ. ഒരു നിമിഷത്തെ തോന്നലിന് വേണ്ടി ഒരാൾ അങ്ങനെ ഒരു ക്രൈം ചെയ്യുവോ അജുവേട്ടാ? അത് താൻ മനസ്സിലാക്കിയിട്ടില്ല. ആന്റിക്ക് താൻ എന്നും ഒരു മകളെ പോലെ. തന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് തോന്നിയ നിമിഷം ആന്റിക്ക് താൻ മകളാണെന്ന് തോന്നി. ആന്റി പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ അമ്മയെ രക്ഷിച്ചു കൊണ്ടുവരാന്നുള്ളതല്ലേ മകളായ എന്റെ ആദ്യത്തെ കടമ. അത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യമാണല്ലോ. നന്ദനച്ചൻ വക്കാലെ തുപ്പിടാൻ ചെന്നപ്പോ അമ്മ സമ്മതിച്ചില്ല അത്രേ. എനിക്ക് വേണ്ടി ചെയ്ത ആ ക്രൈമിൽ നിന്ന് അമ്മയ്ക്ക് ഒരു കാലത്തും രക്ഷപ്പെടണ്ടെന്നാണോ? അത് ആന്റിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞത്. ഏതായാലും ആന്റി അത് നന്ദനങ്ങളിൽ ഒപ്പിട്ട് കൊടുക്കാഞ്ഞത് നന്നായി. അജുവേട്ടൻ ആ വക്കാലത്ത് വാങ്ങണം. അമ്മ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. എനിക്ക് വേണ്ടി ഇത്രയും സഹിച്ചൊരാള് ഇങ്ങനെ കിടക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല അജുവേട്ടാ. നമ്മൾ ആന്റി ഇറക്കിയിരിക്കും. ഇനിയും താനത് ഓർത്ത് സങ്കടപ്പെടല്ലേ.